ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. സന്തോഷം നല്ല ഒരുമാതിരി ഒരു മിക്സ്ഡ് ഇമോഷൻസാണ്. ഒരു എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പിനെസ്, എന്തൊക്കെയോ ഫീലിംഗ്. കാരണം നമ്മൾ വർഷത്തിലൊന്നല്ലേ നാട്ടിൽ പോകുന്നുള്ളൂ. നാട്ടിൽ പോകുന്ന ദിവസമാണ്. നമ്മൾ വർഷത്തിലൊന്നേ നാട്ടിൽ പോകാറുള്ളൂ. അപ്പോൾ പോയാലും ഒരു 3-4 ആഴ്ചയൊക്കെ നിൽക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ഇമോഷനാണ്. ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. 1:45 ഫ്ലൈറ്റ്. ലണ്ടൻ ഹീത്രൂ എന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. ടാക്സി പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ലഗേജൊക്കെ ഉണ്ട്, 2-3 ലഗേജൊക്കെ ഉണ്ട്. ടാക്സി എത്തിയിട്ടുണ്ട്. അപ്പോൾ തിരക്കിലാണ്. നമുക്ക് പോകുന്ന വഴിയെ ബാക്കി സംസാരിക്കാം. അപ്പോൾ നമ്മൾ കാറിലൊക്കെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹീത്രൂ എത്താനായിട്ട് ഒരു 2 മണിക്കൂർ എടുക്കും. നമുക്ക് പോകേണ്ടത് ടെർമിനൽ 5 നിന്നാണ് കേട്ടോ. അവിടെ നിന്നാണ് ഫ്ലൈറ്റ്. ഏകദേശം അടുത്തെത്താറായി. ഒരു 5-10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു വഴിയിലൊക്കെ. എന്നാലും നമ്മളെത്തി. 11 മണിയാവുന്നേ. ഇപ്പോൾ 1:45 ഫ്ലൈറ്റ്. അതിന് കുഴപ്പമില്ല. ഇപ്പോൾ ബ്രിട്ടീഷ് എയർവേസിലാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ അവരുടെ കൗണ്ടറിൽ പോകണം. അങ്ങനെ നമ്മൾ ബ്രിട്ടീഷ് എയർവേസിൻ്റെ കൗണ്ടറിലെത്തി. ബ്രിട്ടീഷ് എയർവേസിൻ്റെ സ്റ്റാഫ് നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഗേജൊക്കെ നമ്മളെ കയറ്റി വിട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് സെക്യൂരിറ്റി ചെക്ക് ഇൻ. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ കയറിയതാണ്. ഇവിടെ ഒന്ന് ഫുഡ് വാങ്ങാനായിട്ട്. ഞങ്ങളൊന്നും കഴിക്കുന്നില്ല. ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിയാൽ അവിടെ നിന്ന് കിട്ടുമല്ലോ ഫുഡ്. മോൾക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങാനായിട്ട് വന്നതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ മീൽസ്. ഇതൊക്കെയാണുള്ളത്. പിന്നെ മുഴുവൻ ക്രിസ്പ്സാണ്. ആ കടയിൽ നിന്ന് ഫുഡ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾ വേറെ പ്രിറ്റമാഞ്ചെന്ന് ഈ ഫുഡ് വാങ്ങിച്ചു. ഇത് പിള്ളേർക്ക് മാത്രം വാങ്ങി, ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇത് രണ്ടും വാങ്ങിച്ച് ഇനിയിപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഗേറ്റിലേക്ക് നടക്കാൻ. BA127 ആണ് നമ്മുടെ ഫ്ലൈറ്റ്. 8:10 ആണ് ഗേറ്റ്. ഇനിയിപ്പോൾ ഗേറ്റിലേക്ക് നടക്കാം. അപ്പോൾ ഇവിടെയാണ് ഗേറ്റ്. പക്ഷേ നമുക്ക് ബസ്സിൽ പോകണമെന്ന് തോന്നുന്നു.
അങ്ങനെ സീറ്റിൽ വന്നിരുന്നു. വന്നൊന്ന് സെറ്റിലായി. ലഗേജൊക്കെ മേളിൽ കയറ്റി വെച്ചു. ജസ്റ്റ് ബാക്ക് പാക്കേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് വിട്ടല്ലോ. അപ്പം ഞങ്ങളിരിക്കുന്ന നടുക്കത്തെ റോയിലാണ് കേട്ടോ. അതാവുമ്പോഴേ 4 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സീറ്റിലുണ്ടായിരുന്നത്. ഇത് മറ്റേ ഇയർഫോണ്, പിന്നെ ഇത് ബ്ലാങ്കറ്റും. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് സ്വസ്ഥമായിട്ടൊന്നിരിക്കണം. പിന്നെ വല്ല സിനിമയും കാണണം. ഇതിനകത്തെല്ലാം ഉണ്ട് മൂവീസ്. ഏതെങ്കിലും ഒന്ന് കാണണം, നോക്കാം. ഇപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ ജസ്റ്റ് ടേക്ക് ഓഫ് ആയതേ ഉള്ളൂ. നടുക്കത്തെ റോയിലിരുന്നതുകൊണ്ട് ടേക്ക് ഓഫിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ സിനിമ കാണാനുള്ളൊരു പ്ലാനിലാണ്. കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും പ്രേമലും ഉണ്ടായിരുന്നു. ഓൾറെഡി കണ്ടത് തന്നെയാണ്, പക്ഷേ ഒന്നുകൂടെ കാണാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. വീട്ടിലാകുമ്പോഴത്തേക്കിനും നമുക്ക് വേറെ വല്ല പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ നടക്കത്തില്ല. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, പിന്നെ അത് തന്നെ കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റിനകത്ത് ഭയങ്കര സൗണ്ടൊക്കെ ആയത് കാരണം ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ലായിരുന്നു. പിന്നെ മൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുതിയ മൈക്കൊന്നുമല്ല കേട്ടോ, ഓൾറെഡി ഉണ്ടായിരുന്ന മൈക്കാണ്. അപ്പോൾ ഇതിപ്പോൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഈ പില്ലോ തിരിച്ചാണ് ഇടാറ്. അതായത് ഈ പാർട്ട് നെക്കിൻ്റെ പുറകിലും അങ്ങനെ തിരിച്ചാണ് ഇടാറ്. പക്ഷേ ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് ഇത് ശരിക്കും ഇങ്ങനെയാണ് ഇടേണ്ടതെന്ന്. അപ്പം ഞാൻ വെച്ച് നോക്കിയപ്പോഴത്തേക്കിനും ഇതാണ് കംഫർട്ട്. എനിക്ക് മറ്റേത് കംഫർട്ടബിൾ അല്ലായിരുന്നു, അപ്പം ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് ഓക്കെയാണ്. ഇപ്രാവശ്യമാണ് ഞാനിത് കൊണ്ടുവരുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, തിരിച്ചല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടൊമാറ്റോ ജ്യൂസും ഒരു സ്നാക്കും എടുത്തിരിക്കുകയാണ്. സിനിമ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ലഞ്ച് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ഐറ്റമാണ്. ജാക്ക് ഫ്രൂട്ടിൻ്റെ ബിരിയാണി വെജാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് കിട്ടിയത് ജാക്ക് ഫ്രൂട്ടിൻ്റെ ബിരിയാണി, പിന്നെ ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു സാലഡ്, പിന്നെ ഇത് പുഡിങ്, റെഡ് വെൽവെറ്റിൻ്റെ പുഡിങ്ങാണ്. പിന്നെ കെച്ചപ്പും മയനീസും ബട്ടർ ചീസ്, പിന്നെ 2 ബിസ്ക്കറ്റ്. അപ്പോൾ ഇത്രയാണ് ലഞ്ച്. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ പച്ച ചക്കയാണെന്ന് തോന്നുന്നു, അതോ കടച്ചക്കയാണോ എന്നറിയില്ല. മധുരം ഇല്ലായിരുന്നു, പഴുത്ത ചക്കയല്ല എന്തായാലും. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് നല്ലതായിരുന്നു. പിന്നെ ഒരു കട്ടൻ കാപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ദോഹയിൽ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 2-2.5 hours ലേ ഓവറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിൽ കയറി കൊച്ചിയിലെത്തും. നാളെ രാവിലെ 10 മണിക്ക് കൊച്ചി ലാൻഡ് ചെയ്യും. കുറച്ച് നേരം ഇരുന്ന് ദോഹ എയർപോർട്ടിൽ കൂടെ കറങ്ങും. ഞങ്ങളെപ്പോഴും വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ദോഹ വഴിയായിരിക്കും, അല്ലെങ്കിൽ ദുബായ് വഴിയായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല പരിചയമുള്ള എയർപോർട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ദുബായ് ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ചുറ്റി കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.
ഇത് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ക്യൂട്ടായിട്ടുണ്ടല്ലേ, ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇതുവരെ അങ്ങനെ കാണാത്തൊരു ടോയാണ്. ഇപ്പോൾ എയർപോർട്ട് മൊത്തം ഒന്ന് കറങ്ങി ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുകയാണ്. ഇവിടെ അധികം കടകളൊന്നുമില്ല കേട്ടോ. എയർപോർട്ട് വലുതാണെങ്കിലും അധികം കടകളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഗേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ടൈമുണ്ട്. ഇപ്പോൾ ഇവിടെ 11:45 ഉള്ളൂ. ടൈമുണ്ട് ഇഷ്ടം പോലെ. ഇത് നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി കേട്ടോ. ജസ്റ്റ് കയറി ഇരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയ ഫുഡ് ഇതായിരുന്നു കേട്ടോ. റൈസ്, പനീർ, പിന്നെ സ്പിനാച്ചിൻ്റെ ഒരു കറി, പിന്നെ മസ്റ്റേർഡ് ക്രീമിൻ്റെ ഒരു പുഡിങ്, ഗ്രീൻ പീസ് സാലഡ്, പിന്നെ മസാല ബ്രെഡ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കിനും കൊച്ചി എത്തി. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ വന്ന് ഇറങ്ങി. ഇപ്പോൾ ലഗേജ് എടുക്കണം. ലഗേജ് എടുത്തു കഴിഞ്ഞാൽ നേരെ പുറത്തിറങ്ങാം. വലിയ താമസമൊന്നും ഉണ്ടാവില്ലല്ലോ. ലഗേജ് കിട്ടാൻ കുറേ താമസിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഇത്രയും താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കാറിൽ. ഒരു 1/2-3 മണിക്കൂർ കൊണ്ട് എത്തുമായിരിക്കും, ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ. ബാക്കി വിശേഷങ്ങൾ പിന്നെ.